എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്ന വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നത് എൻ്റെ ഓർമ്മകളിലേക്ക്, ബാല്യകാല ഓർമ്മകളിലേക്കാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മ, വലിയ വീട്ടിൽ കാർത്തികേയനി അമ്മ എന്ന് വിളിക്കുന്ന അമ്മമ്മ സ്വയം പരിചയപ്പെടുന്നത് ഞാനൊരു ചെറിയ രാജ്ഞിയാണെന്നാണ്. അവരുടെ വീടിരുന്ന സ്ഥലമാണിത്. ഈ മൺവഴികൾ ചവിട്ടി വരുമ്പോൾ എനിക്ക് ആ ഓർമ്മകൾ വരുന്നുണ്ട്. ഇന്ന് ആ തറവാട് ഇല്ല, അത് വിറ്റുപോയി. അപ്പോൾ അതിനോട് ചേർന്ന് കിടന്നിരുന്ന ഒരു ക്ഷേത്രം ഒരു 70-80 വർഷത്തിലേറെയായി അനാഥമായി കിടക്കുകയായിരുന്നു. ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് അവിടെ പ്രതിഷ്ഠ നടക്കുന്ന ദിവസമാണ് ഇന്ന്. അവിടെ 4 ക്ഷേത്രങ്ങൾ കുടുംബത്തിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒന്ന് നാഗങ്ങളാണ്, മറ്റൊന്ന് ഐശ്വര്യ ഗന്ധർവനാണ്, പിന്നൊന്ന് ദേവി. അതുപോലെ ആ ദേവിക്ക് വേണ്ടിയിട്ടുള്ള പൂജകൾ ചെയ്തിരുന്ന ഒരു വലിയ അമ്മാവൻ ഉണ്ടായിരുന്നു, ഋഷീശ്വരൻ എന്ന് നമ്മൾ പറയുന്ന മാതിരി. അപ്പോൾ അദ്ദേഹം വാളും പരിചയും ഒക്കെ വെച്ച് പൂജിച്ചിരുന്നു. ഒരു ഗ്രന്ഥപുരയും കൂടി ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേൾവി മാത്രമാണ്. ഇതിപ്പോൾ ആ സ്ഥലം തെളിച്ചെടുത്തപ്പോൾ കാണുന്ന ഒരു കിണറാണ്. ഇതാണ് ഐശ്വര്യ ഗന്ധർവൻ. ആൺകുട്ടികൾക്ക് ഐശ്വര്യവും ആയുസ്സും ആരോഗ്യവും അതുപോലെ സൽപ്പേരും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഐശ്വര്യ ഗന്ധർവനെ കുടിയിരുത്തുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ വൃക്ഷത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അനാഥമായി കിടന്ന ഐശ്വര്യ ഗന്ധർവൻ എപ്പോഴെങ്കിലുമൊക്കെ ഈ വൃക്ഷത്തിൽ വന്നിരുന്ന് സങ്കടപ്പെട്ടിട്ടുണ്ടാകും. കാരണം പ്രതാപത്തിൻ്റെ കാലത്ത് നോക്കാൻ വലിയ ആഘോഷത്തോടുകൂടി നടത്തിയിരുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. 2 ദിവസം കോട്ടയം ഭാഗത്തു നിന്ന് വന്നിരുന്ന കണിയാൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഗന്ധർവൻ പാട്ട് നടത്തിയിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ. ഇതിപ്പോൾ ആ ഗന്ധർവനെ കുടിയിരുത്തുകയാണ്. ഹൈന്ദവ ദൈവവിശ്വാസങ്ങൾ തികച്ചും ശാസ്ത്രീയം തന്നെയാണ്. കാരണം ദൈവം ഒരു മനുഷ്യനല്ല, പ്രകൃതിയെ അല്ലെങ്കിൽ മനുഷ്യനെ അല്ലെങ്കിൽ സകല ചരാചരങ്ങളെ നിലനിർത്തുന്ന ശക്തികളാണ്. അപ്പോൾ അങ്ങനെ പ്രപഞ്ചത്തിൽ നിന്ന് ശബ്ദം വഴിയായിട്ടും പ്രകാശം വഴിയായിട്ടും പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയും ആ പ്രാപഞ്ചിക ശക്തികളെ കുടിയിരുത്തുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് പ്രാണപ്രതിഷ്ഠ ചെയ്ത് അതിനൊരു സങ്കല്പം കൊടുത്ത് ആ സങ്കല്പം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടുന്ന തരത്തിലുള്ള ചിട്ടകളും നിബന്ധനകളും എല്ലാം വെച്ചുകൊണ്ടുള്ള പൂജകളാണ് പിന്നീട് നടക്കുന്നത്. അങ്ങനെ വലിയ ഒരു മാവും അതിൽ പൂത്ത് കിടക്കുന്ന മുല്ലവള്ളിയും അതിനോട് ചേർന്നുള്ള ഗന്ധർവൻ്റെ തറയും ഒക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം മൺമറഞ്ഞു പോയതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന പുതിയ തലമുറയുടെ ആവേശം കാണുമ്പോൾ. അപ്പോൾ 4 തലമുറകൾക്ക് ശേഷം അമ്മമ്മയുടെ മകൻ്റെ മകനാണ് ഇന്നിപ്പോൾ ഇത് പുനരുദ്ധാരണം ചെയ്യുന്നത്. 30-ാം തീയതി ഇന്നലെയും മിനിഞ്ഞാന്നും 27, 28, 29, 30 ദിവസങ്ങളിലെല്ലാം ഇവിടെ ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു. 7-ാം തീയതി നാഗപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ടായിരുന്നു, മാർച്ച് 7-ന്. അപ്പോൾ എനിക്ക് ഇന്ന് മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരാനായിട്ട് സാധിച്ചത്. ഞാൻ ദൂരെയാണ് താമസിക്കുന്നത്. എന്നാൽ പോലും ഈ ആചാരങ്ങളുടെ എല്ലാ ഭാഗങ്ങളും വീഡിയോയിൽ പകർത്തുന്നതിന് ചില വിലക്കുകൾ ഉള്ളതുകൊണ്ട് ഒരു 10 മിനിറ്റിൽ ഉൾക്കൊള്ളുന്ന ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ചെയ്യുന്ന ആചാരങ്ങളുടെയും മുദ്രകളുടെയും എല്ലാം അർത്ഥമൊന്നും പലർക്കും അറിയില്ല. എന്നാൽ പോലും നമ്മൾ പലതിനെയും പ്രപഞ്ചത്തിൽ നിന്ന് കടഞ്ഞെടുത്താൽ കിട്ടുന്ന ചില ശക്തികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ശക്തികളെയാണ് നമ്മൾ കുടിയിരുത്തി പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഇവിടെ ദേവീ പ്രതിഷ്ഠയും നടക്കുന്നുണ്ട്. ദേവിയുടെ പീഠം ആണ് ഇന്ന് വെച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ യോഗീശ്വരൻ്റെ ഒരു പീഠവും വെച്ചിട്ടുണ്ട്. ഇനി വാളും ചിലമ്പും പണ്ടത്തെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ള വാളും ചിലമ്പും ഇനി ഉണ്ടാക്കി കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ ആഘോഷങ്ങളോടും താളമേളങ്ങളോടും കുരവ പോലെയുള്ള നമ്മളുടെ പരമ്പരാഗതമായ എല്ലാ ചിട്ടകളോടും കൂടിയിട്ടാണ് ഇവിടെ ഈ പരിപാടികളെല്ലാം ചെയ്തു വരുന്നത്. ചുറ്റും പ്രകാശമാനമായൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു പൗരാണികമായിട്ടുള്ള
ഒരു പുണ്യത്തിൻ്റെ ഒരു മഹിമ നമുക്ക് ദൃശ്യമാണ്. ഊർജ്ജത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ ചിട്ടകളും ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഗണപതി ഹോമം നടക്കുന്നുണ്ട് ഒരു സൈഡിൽ, അതുപോലെ ദേവിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടുന്ന ഒരുപാട് തരത്തിലുള്ള പ്രസാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വാദ്യമേളങ്ങൾ നടക്കുന്നുണ്ട്. പലയിടത്തിരുന്ന ഭക്തരായിട്ടുള്ള ആളുകൾ ജപിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ ഓരോന്നും കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് വീഡിയോയിൽ പകർത്തിയിട്ട് അത് എനിക്കും കൊച്ചുമക്കളുണ്ട്, അവരെയൊക്കെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതൊന്ന് പകർത്തി വയ്ക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ ധന്യമായ ഒരു ചടങ്ങാണിത്. ഇവിടെ നിരവധി വസ്തുക്കൾ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. വെറ്റിലയുണ്ട്, നാളികേരം, പഴമുണ്ട്, നിറപറ നിറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പൂക്കളും മറ്റ് ദ്രവ്യങ്ങളും എല്ലാം തന്നെ ഈ പൂജയ്ക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ മറഞ്ഞുപോയ കുറേ ആത്മാക്കളെയും കൂടി ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഈ ക്ഷേത്രം നശിച്ചു കിടന്നതിന് ശേഷം ഈ കുടുംബത്തിനുണ്ടായ ക്ഷയം എന്ന് പറയുന്നത് ചില അംഗങ്ങളുടെ വളരെ സമർത്ഥരായിട്ടുള്ള ചില മനുഷ്യരുടെ അവരുടെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളാണ്. അപ്പോൾ അതിൽ വർഷങ്ങൾക്ക് മുമ്പേ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയ ഒരു മകൻ മുത്തശ്ശിക്കുണ്ടായിരുന്നു. അദ്ദേഹം ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെ വരുമ്പോൾ അദ്ദേഹം എല്ലാം മാപ്പിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിബ്രാൾട്ടർ കഴിഞ്ഞിട്ടുള്ളത് മാപ്പിൽ കാണാനില്ല. മാത്രമല്ല അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെട്ടി മാത്രമാണ് വീട്ടിലെത്തിയത്. അപകടത്തിൽ മരിച്ചു എന്നുള്ള ഒരു അറിയിപ്പ് മാത്രമാണ് വീട്ടിൽ കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ അപചയകാലത്തുണ്ടായ ചില ദുർമരണങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ ചിലർ സർപ്പദംശനമേറ്റ് മരിച്ചിട്ടുണ്ട്. നാഗങ്ങളുടെ ദോഷം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇവരൊക്കെ വളരെ സാമർഥ്യമുള്ള മനുഷ്യ ജീവനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ എൻ്റെ അച്ഛന് തന്നെ 3 പ്രാവശ്യം സർപ്പദംശനം ഏറ്റിട്ടുണ്ട്. അതിൽ 3ാമത്തെ പ്രാവശ്യം വളരെ കഠിനമായ തരത്തിലുള്ള രക്താണലി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സർപ്പത്തിൻ്റെ കടിയാണ് ഏൽക്കേണ്ടി വന്നത്. കഷ്ടിച്ചാണ് അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു ഡോക്ടറും പറഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടുമെന്ന്. എന്തായാലും പ്രാർത്ഥനകളും വഴിപാടുകളും അമ്മയുടെ ശ്രദ്ധയും കൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും ഒരു 84 വർഷത്തോളം ഇരുന്നു. ഈ ചടങ്ങുകളൊക്കെ ചെയ്യണമെന്ന് വളരെയേറെ ആഗ്രഹിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോയ ഒരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ. കാരണം അദ്ദേഹത്തിന് ഇത് നടത്തുന്നതിന് വേണ്ടുന്ന വലിയ ചിലവുകൾ അന്നത്തെ കാലത്ത് കുട്ടികളെ പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി സാധ്യമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇത് നടത്തുന്നതിന് ഇന്നത്തെ കാലത്തായാലും നല്ല ചിലവുണ്ട്. ഈ വിഗ്രഹങ്ങളെയൊക്കെ മണ്ണിൽ നിന്ന് വീണ്ടെടുത്ത് അതിനെ ക്ഷേത്രം കെട്ടി അതിനെ ആചാരപൂർവ്വം കുടിയിരുത്തി, പിന്നെ വീണ്ടും കുടിയിരുത്തിയാൽ മാത്രം പോരാ, വീണ്ടും അതിനെ നമ്മൾ നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ അന്ന് ജോലിയിലിരുന്ന സമയത്ത് പല സ്ഥലത്തും സ്ഥലം മാറിയൊക്കെ പോകുന്ന കാലത്ത് അച്ഛൻ അതിനൊന്നും സാധിച്ചിരുന്നില്ല. പക്ഷെ ഒരുപാട് സങ്കടപ്പെട്ടാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയത് എന്ന് ഉള്ളത് ഞാൻ ദുഃഖത്തോടെ ഓർക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് പുതിയ തലമുറ അതിനെയെല്ലാം വീണ്ടെടുത്ത് സജീവമാക്കി കൊണ്ടുവരുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആത്മസംതൃപ്തി എനിക്ക് അനുഭവപ്പെടുകയാണ്. വീണ്ടും ഈ വഴിയും ഇതിലെ പുതിയ തലമുറയും നടന്നു വരട്ടെ. അവർ നമ്മളുടെ ഈ ക്ഷേത്രത്തെ വീണ്ടും നിലനിർത്തട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.